എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഹായ്. ഇന്ന് ഒരു നൈറ്റിയാണ് എനിക്ക് തയ്ക്കാനായിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നൈറ്റി പഴയ മോഡൽ നൈറ്റിയാണ് തയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തയ്ക്കുന്നത് ഞാൻ ക്യാൻവാസ് വെച്ചിട്ടല്ല, ലൈനിങ് വെച്ച് തുണി വെച്ച് മറിക്കുകയാണ്. അത് യോക്ക് ഭാഗം മുഴുവനായിട്ട് ലൈനിങ് വെച്ച് മറിക്കുകയാണ്. കഴുത്ത് വെട്ടി, കഴുത്തിന് കുറച്ച് വൈഡായിട്ടുള്ള കഴുത്താണ്. അപ്പോൾ യോക്കിൻ്റെ മുകളിൽ എന്തെങ്കിലും ഇത് വേണമെന്ന് പറഞ്ഞിരുന്നു. ഫ്രണ്ടിൽ എന്തെങ്കിലും ഒരു വർക്ക് വേണമെന്ന് പറഞ്ഞിട്ട്. വർക്ക് എന്ന് പറയുന്നത് നമ്മൾ ബോൾസൊക്കെ ഉണ്ടാക്കില്ലേ, തുണി കൊണ്ട് ബോൾസ് വെക്കാന്ന് വെച്ചിട്ടാണ്. അതിൻ്റെ സെൻറ്റർ ഭാഗം വെട്ടിയിട്ട് ബോൾസ് വെക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കഴുത്ത് അടിച്ച് മറിക്കുകയാണ്. അങ്ങനെ എല്ലാ വേസ്റ്റ് ഭാഗമൊക്കെ കളയാണ്. എല്ലാം ഒരേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ എടുത്ത് അപ്പോൾ അതിൻ്റെ മുന്നേ അതിൻ്റെ അടിഭാഗം ഞൊറി വെച്ചിട്ട് തയ്ക്കാനാണ് പറഞ്ഞിരുന്നത്. ചെറിയ ചെറിയ ഞൊറികളെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഈ കുട്ടികളുടെ ഉടുപ്പ് തയ്ക്കില്ലേ, നെറ്റിൻ്റെ ഉടുപ്പൊക്കെ അതിന് വലിയ സ്റ്റിച്ച് ഇട്ടിട്ട് ആ നൂല് വലിച്ചാൽ ചെറിയ ചെറിയ ഞെറികൾ വരും. അതുപോലെയാണ് ഞാൻ അത് തയ്ച്ചത്. അപ്പോൾ വേഗത്തിലായിക്കോളും വെച്ചിട്ട്. അല്ലെങ്കിൽ നമ്മൾ ഞൊറിയിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു വശത്ത് കൂടി കുറഞ്ഞ് നിൽക്കും, ചെറിയ ചെറിയ ഞെറിയുമ്പോൾ. അപ്പോൾ നൂലിട്ട് വലിച്ച് ഞാൻ നീക്കി വെച്ചിട്ടാണ് ഞാൻ പിന്നെ യോക്കിൻ്റെ ഭാഗം എടുത്ത് അതിൻ്റെ സെൻറ്റർ കട്ട് ചെയ്ത് അതിൻ്റെ സെൻറ്റർ ഭാഗം കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ബോൾസ് വാങ്ങാൻ കിട്ടുന്നതാണ്. ബോൾസ് അതിൻ്റെ മുകളിൽ തുണി വെച്ച് നൂലുകൊണ്ട് കെട്ടി തുണി കെട്ടിയത് ചെറിയ സ്ക്വയർ പീസായിട്ടുള്ള കഷ്ണം കൊണ്ട് ആ ബോൾസ് കെട്ടിയിട്ട് ഒരു 6-7 ഉണ്ടാക്കി ഞാൻ സെൻറ്ററിൽ ഫുള്ളായിട്ട് വെക്കാനായിട്ട്. മെഷീൻ കേടായിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ നന്നാക്കാനായിട്ടുള്ള ആൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അയാളെ നോക്കിയിരിക്കുകയാണ്. കുറേ ലോക്ക് ചെയ്യാനുണ്ട്. ചുരിദാറുകളൊന്നും കൊടുത്തിട്ടില്ല, ലോക്ക് ചെയ്യാനുള്ളത് കൊണ്ട് 2 ദിവസമായി വിളിക്കുന്നു. അപ്പോൾ വരാമെന്ന് പറയില്ലാണല്ലോ, വന്നിട്ടില്ല. അപ്പോൾ വരെയിരിക്കും. അത് ലോക്ക് ചെയ്യാനുണ്ട്. ഇത് കഴിഞ്ഞാൽ ലോക്ക് ചെയ്യാനിരിക്കണം. സെൻറ്റർ ഭാഗത്ത് വെച്ച് അത് ഒരു 1/2 ഇഞ്ച് നീക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഒരു 3 ബോൾസ് വൈറ്റ് കളറിലും 2-3 റെഡിലാണ് വന്നത്. അപ്പോൾ റെഡ് കാണാനില്ല, വൈറ്റ് മാത്രം തെളിഞ്ഞ് നിൽക്കണം. നേരിട്ട് കാണുമ്പോൾ കുഴപ്പമില്ല, വീഡിയോയിൽ ആ റെഡ് തെളിഞ്ഞ് കാണുന്നില്ല. നമ്മൾ നൂലുകൊണ്ട് വലിച്ചിരിക്കുക, അത് ജോയിൻറ്റ് ചെയ്യുക. യോക്ക് പോർഷനിൽ ജോയിൻറ്റ് ചെയ്യാൻ പോവാണ്. ഇപ്പം നമ്മുടെ കഴുത്തൊക്കെ വലുതാവുകയാണ്, അതായത് വൈഡായി പോവാണ്. കഴുത്തിന് ഇറക്കം കൂടി. ഇപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ചിലപ്പോൾ ഭക്ഷണം നേരത്ത് കുറച്ച് കഴുത്ത് ഇറക്കം കൂടി എന്നൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ സെൻറ്റർ ഭാഗം വെട്ടിയിട്ട് അങ്ങനെ ബോൾസൊക്കെ വെച്ചാൽ നല്ല ഭംഗി ഉണ്ടായിരിക്കും. അപ്പോൾ കുറച്ചുകൂടെ ഒതുങ്ങും കഴുത്ത്. ഒരു 4 ഇഞ്ച് 2 സൈഡിൽ നിന്ന് പോകുമ്പോൾ തന്നെ നല്ല ഒതുക്കം വരും. അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോകൾ നിങ്ങൾ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻസ് അറിയിക്കണം.
തുടക്കക്കാരാണ്. അപ്പോൾ ഞങ്ങൾക്ക് പഠിച്ചു വരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റേതായ കുറവുകളുണ്ട്. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്കൊരു കരുത്ത്. വീഡിയോ സപ്പോർട്ട് ചെയ്ത് നിൽക്കണം. കൈ പഫ് വയ്ക്കാൻ പറഞ്ഞു. പഫ് കൈ വയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പഫ് കൈ വയ്ക്കാൻ അധികം പഫില്ല, കുറച്ചേ ഉള്ളൂ. അത് ചെറിയ പഫ് ഇടാനാണ് പറഞ്ഞിരിക്കുന്നത്. നല്ല വണ്ണത്തിലുള്ള ചേച്ചി ആയതുകൊണ്ട് ഞങ്ങൾ എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചേച്ചി വന്നിട്ട് നോക്കിയിട്ട് ഞങ്ങൾ ഇതിൻ്റെ ഷേപ്പൊക്കെ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. നൈറ്റ് തയ്ച്ച് കഴിഞ്ഞു. അതാണ് ഞങ്ങളുടെ ലോക്ക് മുഷി ശരിയാക്കാനുള്ള ചേട്ടനാണത്. ചേട്ടൻ ലോക്ക് മുഷി ശരിയാക്കി കഴിഞ്ഞു. ചേട്ടൻ പോവാണ്. അടുത്ത ഒരു വീഡിയോ ആയിട്ട് നാളെ വരാം. എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബൈ.